പ്രേക്ഷകർക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി തേടിയുള്ള ITV ന്യൂസ് ആരംഭിച്ച മിഷൻ 60യുടെ 18ാം ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 18 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരയുടെ പരിവേഷം ഇവർ ഒരു ആഭാസനായി ചിത്രീകരിച്ച്, ഒരു പെണ്ണുപിടിയനായി ചിത്രീകരിച്ച് ഒതുക്കുവാൻ നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം തെളിയുകയും VD സതീശനും KPCC അധ്യക്ഷന്റെ സ്ഥാനത്തിരിക്കുന്ന സണ്ണി ജോസഫും വേണുഗോപാലും ചേർന്ന് ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഇതെന്നും പിണറായി സർക്കാരിന് മൂന്നാമതും അവസരമൊരുക്കുവാനുള്ള ഒരു ജട്ടി വിപ്ലവത്തിൻ്റെ ആദ്യ ഇരയായിരുന്നു രാഹുൽ എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശത്രുതാ മനോഭാവത്തോടെ പ്രതിപക്ഷ കക്ഷികൾ ശബ്ദിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഇവരുടെ എല്ലാം ചട്ടുകമായ അരമനക്കുണ്ടനും ചേർന്ന് രാഹുലിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ഇവർ വെറും സമൂഹ മാധ്യമങ്ങളിലുള്ള ജൽപ്പനങ്ങളായാണ് അവർ പുച്ഛിച്ച് തള്ളിയത്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് കേക്കച്ചൻ പറഞ്ഞത്, അരമനക്കുണ്ടൻ പറഞ്ഞത്, അതൊന്നും കാര്യമാക്കാനില്ല, അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പുലമ്പുന്നതാണ്. പക്ഷെ ഇവന്മാർക്ക് കാര്യം മനസ്സിലായി, ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലായി. പക്ഷേ പിണറായിയുടെ കയ്യിൽ നിന്നും മേടിച്ച പണം, ആ ശതകോടികൾ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ ഇവർ മലക്കം മറിഞ്ഞാൽ? ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് പരമാവധി ഈ വിഷയത്തെ ഒരു 3 മാസമെങ്കിലും രാഹുലിനെ പുറത്തു നിർത്തിയാൽ കേരളത്തിലുള്ള സകല കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തെ വെറുക്കും. അവർ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കന്മാരെ അറിഞ്ഞ് തോൽപ്പിക്കും. ഇവന്മാരെ, അതായത് ഈ ജട്ടി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, VD സതീശൻ എന്നീ ഈ നാണം കെട്ടവന്മാരെ, ഈ കുലംകുത്തികളെ ഇടതുപക്ഷം വിജയിപ്പിക്കുകയും ചെയ്യും. അവർ ഏറ്റവും പാഴായിട്ടുള്ള, ആരും അറിയാത്ത സ്ഥാനാർത്ഥികളെ ഇവർക്ക് എതിരെ ഇട്ടുകൊടുക്കും. സതീശൻ എങ്ങനെയാണ് ജയിച്ചത്? കഴിഞ്ഞ ദിവസം ITV ന്യൂസ് ഒരു എപ്പിസോഡ് നൽകിയിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം സതീശനെ വിജയിപ്പിച്ചത് മറ്റാരുമല്ല, കോൺഗ്രസ് ആയിരുന്നില്ല, ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷവും BJPയും ചേർന്നാണ് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തത്. ഇത്തരത്തിൽ ലഭിക്കുന്ന പ്രതിപക്ഷ സ്ഥാനത്ത് വായും മൂടി കുനിഞ്ഞ് ഇരിക്കുന്നതിനുള്ള പ്രത്യുപകാരമായി ലഭിക്കുന്ന കോടികൾ കോഴ വാങ്ങി അതിൻ്റെ ഒരു അംശം പട്ടിക്ക് എല്ലിട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു. എന്തിന്? മുണ്ണകളായിട്ടുള്ള എതിരാളികളെ ഇട്ട് കൊടുക്കുവാൻ. അങ്ങനെ കഴിഞ്ഞ 5 കൊല്ലം ഇദ്ദേഹം എതിരില്ലാതെ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്തു. ഈ വരുന്ന വർഷവും ഇതേ കാര്യം തന്നെ ആവർത്തിക്കും എന്ന് ഇദ്ദേഹത്തിന് അറിയാം. BJP നേതാക്കന്മാർക്കും CPIക്കും എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്താൽ അവർക്കത് മതി. ആ പണം വാങ്ങി അവർ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇട്ട് കൊടുക്കും. അവിടെ ജയിക്കുവാനുള്ള അവസരമുണ്ടാവും. കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയൊക്കെ വന്നാലും കോൺഗ്രസ് മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ ഇവന്മാർ ജയിച്ചു കയറും. പ്രതിപക്ഷത്ത് സുഖമായിട്ടിരിക്കാം. വീണ്ടും പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് തുടർന്നാൽ സകല കള്ളക്കമ്മട്ടങ്ങളുടെയും സകല കള്ളത്തരങ്ങളുടെയും കമ്മീഷൻ അടിച്ച് ഇനിയുള്ള ഒരു വരുന്ന 5 കൊല്ലം കൂടി സുഖമായി വാഴാം എന്ന് ഇദ്ദേഹം കരുതുന്നു. ഇതിനുവേണ്ടി ഈ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ഈ നാണം കെട്ടവനാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ITV ന്യൂസിലൂടെ ഈ വന്ന വാർത്തയും ജനങ്ങളുടെ പ്രതികരണവും കൊണ്ട് ഇവൻ ഭയപ്പെട്ടിട്ടാവണം ഇന്നലെ മുതൽ പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിച്ചു തുടങ്ങി. പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുവരെ ഇദ്ദേഹം പിണറായി വിജയൻ എന്നൊന്ന് ശബ്ദിക്കുക പോലുമില്ലായിരുന്നു. ഇടതുപക്ഷത്തെ ഒരു നേതാക്കളുടെ പേര് പോലും പറയത്തില്ലായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ ഇദ്ദേഹം പിണറായിയുടെ പേര് പറഞ്ഞു തുടങ്ങി, ഒരു നാടകം കളിച്ചു തുടങ്ങി, വിമർശിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം ഈ VD സതീശനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നേ ഇവരുടെ വെറും പിണിയാളായ KPCC അധ്യക്ഷനൊന്നും സംസാരിക്കുന്നില്ലേ എന്ന് നിലവിളിച്ചപ്പോൾ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് അരമനക്കിങ്ങിണി വന്ന് ഇന്നലെ പറയുകയുണ്ടായി, ഇത് സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഇത് ഞങ്ങൾ കൂട്ടായിട്ടെടുത്ത തീരുമാനമാണ്.
KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാനാണത് പ്രഖ്യാപിച്ചത്, ഒരു എതിർസ്വരവും ഇവിടെ ഉയരില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ നാണം കെട്ടവന്മാർക്ക് അത് മാത്രമല്ല, എറണാകുളത്ത് സമ്മേളനം ചേർന്ന് നേതാക്കന്മാരെയോ പ്രസ്ഥാനത്തെയോ കുറ്റം പറയുന്ന രീതിയിൽ ആരും പ്രതികരിക്കരുത് എന്നിവന്മാർ അന്ത്യശാസനം കൊടുത്തു എങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ പാലക്കാട്ട് നിന്നും ഒരു മിടുമിടുക്കനായ ഒരു കൗൺസിലർ, നഗരസഭാ കൗൺസിലർ, അദ്ദേഹം ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഇട്ടു. ഈ സമയത്ത് നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പാർട്ടിക്ക് ഗുണമല്ല, ദോഷം ചെയ്യും. രാഹുൽ പാലക്കാട്ടത്തേക്ക് എത്തിയാൽ ഞങ്ങൾ സകല പിന്തുണയും പ്രതിരോധവും തീർക്കും എന്ന് അദ്ദേഹം പോസ്റ്റ് ഇടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് മൻസൂർ മണലാഞ്ചേരി എന്നാണ്, ആ കൗൺസിലറുടെ പേര്. ഇതുപോലുള്ള മൻസൂർമാർ ഉയർത്തെണീറ്റ് വരട്ടെ. കോൺഗ്രസിലുള്ള അസൂയ മൂത്ത സകല മുതുക്കുകാളകളും മുതിർന്ന നേതാക്കന്മാരും വായിൽ പഴവും തിരികിയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് മൻസൂർ എന്ന് പറഞ്ഞൊരു ആൺകുട്ടി ഉറച്ച ശബ്ദത്തോടെ പറയുന്നു, രാഹുൽ ഇറങ്ങിയാൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും, അന്ത്യശാസനമൊക്കെ മടക്കി കൈവെക്കത്തേ ഉള്ളൂ എന്ന്. സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലുള്ളവന്മാർ രാവിലെ കോലും തൂക്കി ഇവന്റെ അടുത്ത് ചെന്നു, ഇവനെ ഖരാവോ ചെയ്യുന്ന രീതിയിൽ വിരട്ടി. എന്നിട്ട് പോലും അവൻ കൊടുത്ത ആ ബൈറ്റ് കാണുക. നമുക്ക് മൻസൂർ മണലാഞ്ചേരി കൊടുത്ത ആ ഒരു ബൈറ്റ് കണ്ട ശേഷം തിരികെ വരാം. ഇതേപോലെയുള്ള നട്ടലുള്ള ആണുങ്ങൾ കോൺഗ്രസിൽ ഉയർത്തെണീറ്റ് വരട്ടെ. ഇതുപോലൊരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഈ കേക്കച്ചന്റെയും ഈ അരമന കിങ്ങിണിയുടെയും ഒക്കെ ഇടപാട് തീരും. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ ഇവന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിണറായിക്ക് ഈ പ്രസ്ഥാനത്തെ തൂക്കി വിറ്റ, കണക്ക് പറഞ്ഞ് കാശ് മേടിച്ച ഈ നാണം കെട്ടവന്മാരെ നിങ്ങൾ എന്തിനു പേടിക്കുവാൻ? കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ സൂര്യം കൊടുക്കാതെ ഇതുപോലെ അന്നും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഈ നാണം കെട്ട കേക്കച്ചനാണ് ഇന്നും ഒരു ഭരണം ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് എന്ന അവസ്ഥയിൽ ഈ അവസരം നഷ്ടപ്പെടുത്തിയത് ഈ കേക്കച്ചനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കുലംകുത്തിയെ, ഈ കൂട്ടിക്കൊടുത്ത് ഈ പാർട്ടിയെ തൂക്കിവിറ്റ ഇവന്റെ വാക്കിന് നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കരുത്. ഇതുപോലുള്ള മൻസൂർമാർ ഇനിയും പാർട്ടിയിൽ ഉണർന്നു വരട്ടെ, അവരുടെ ശബ്ദം മുഴങ്ങിക്കേക്കട്ടെ. നമുക്ക് മൻസൂർ മണലാഞ്ചേരിയുടെ ആ വാക്കുകൾ കേട്ട ശേഷം മടങ്ങി വരാം. ഫേസ്ബുക്കിൽ പറയാൻ കാരണം തന്നെ ഈ നേതൃത്വത്തിൽ നമ്മൾ സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തനം സംബന്ധിച്ചോളം ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാർക്കെല്ലാം ഉപരി ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. അല്ല, രാഹുലിനെ മാറ്റി നിർത്തി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അതിന് നിയമപരമായി നേരിടാനും അതിന് പറ്റിയ ശിക്ഷ അറിയിക്കാൻ, അതല്ല ഉപരി, അതല്ല ഇരിക്കട്ടെ. പക്ഷേ രാഹുലിൻ്റെ വിഷയമല്ല. പക്ഷേ ഈ നേതൃത്വം ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ നടപടി ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വി ഡി സതീശനാണ് ഈ കാര്യത്തിൽ ഒരു അടുത്ത നിലപാടെടുത്തുള്ളൊരു വിമർശനം സൈബർ ഇടങ്ങളിലൊക്കെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അതിനെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു, താൻ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല എന്ന്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരാളിന് പറയല്ല. ഞാൻ നേതാക്കന്മാരോട്, നമുക്ക് സാധാരണപ്പെടത്തോളം ഏറ്റവും, ഞാൻ ഒരു ജനപ്രതിനിധിയാണ്, ഒരു സാധാരണ ഒരു ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭാ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് പ്രവർത്തിക്കുന്ന അതിലും താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒന്നൊന്നും ആകാത്ത ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ പാർട്ടികളിൽ നിന്നും ഒന്നൊന്നും ആകാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കടമ്പ അവർക്കുണ്ട്. ആ പ്രതിരോധത്തിന് കോട്ടം വരാത്ത രീതിക്കുള്ള ആ ഒരു തീരുമാനം ആയിരിക്കണം എന്ന് മാത്രമേ. അല്ല, അദ്ദേഹം ഒരു സാമാജികനാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ്. അദ്ദേഹത്തെ കാല് കുത്താൻ പറ്റില്ല, കൈ കുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത്. പിന്നെ അത് ഉറപ്പല്ലേ, അദ്ദേഹം തെറ്റ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ അതൊരു കോൺഗ്രസ് കൗൺസിലറാണ് പറയുന്നത് കവചം തീർക്കുന്നത്. അതിലൊരു നീതികേടില്ല, അല്ലെങ്കിൽ ഒരു ശരികേടില്ല ഇതിൽ. അല്ല, അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം, അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാടിലെ ഒരു MLA കൂടിയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ വേണ്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല, കൈ കുത്താൻ വിടില്ല പറയുന്നൊക്കെ അതൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചാൽ കോൺഗ്രസും CPM-ഉം BJP-യും CPM-ഉം തടഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം നൽകൂ എന്നല്ലേ പറഞ്ഞത്? അവരിന്റെ എല്ലാം ശരി വെക്കാൻ പറ്റുമോ? അവരിന്റെ പണി എന്താ? പ്രതിപക്ഷത്തിന്റെ പണി. അവര് ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJP-ക്ക് പുറത്താക്കിയല്ലോ. കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. പോലീസ് വരും. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തെ സുരക്ഷ ഒരുക്കും.
നേതാക്കൾ തള്ളിയതാണ്. നേതാക്കന്മാരുടെ തീരുമാനത്തിൽ തള്ളി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത് ഇപ്പൊ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം, അതായത് അദ്ദേഹത്തെ ഈ ഒരുപാട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളുണ്ട്, അവരുടെ ആ ഒരു വീര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ഉള്ളത്, അതായത് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് ചോദിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ അനുഭാവികൾ സംരക്ഷണം നൽകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വങ്ങൾ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ എല്ലാവരും നിൽക്കുള്ളൂ. നേതൃത്വം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മാറില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള ആ ഒരു കടന്നാക്രമണം, അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കടന്നാക്രമണം ശരിയല്ല, പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം ഒരു രീതിക്ക് അല്ല, അങ്ങനല്ല. നിങ്ങളത് അതിനെ വളച്ചൊടിക്കരുത്. ഞാൻ പറയണത് നേതൃത്വം, പാലക്കാട് DCC നേതൃത്വം പറഞ്ഞ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പക്ഷെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിന് കാലുകുത്തം. ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, പോലീസ് ഒരുക്കണം. മൻസൂർ അതിലിപ്പോ ഒരു കാര്യമുള്ളതില്ലേ, ഇപ്പൊ BJPയും CPM-ഉം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രാഹുലിനോട് വന്നാൽ വലിയ തരത്തിലുള്ള സമരം ഉണ്ടാവും, തടയുമെന്നുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതും. കോൺഗ്രസ് ഏതാണെങ്കിലും നിലവിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരികയും തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ സംരക്ഷണം നൽകുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഇല്ല, അവരുടെ BJP-ന് CPM-ന് പണി അവർ ചെയ്തോട്ടെ. CPM-ന് BJP-ന് പണി എന്താ? അവർ പ്രതിരോധം തീർക്കുക എന്നുള്ള ഇതാണ്. അവർക്ക് മുഖം രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യും. അപ്പോൾ ബാക്കി വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ ബാക്കി രീതിക്ക് പോകും. ഞാൻ പാർട്ടി ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്താൽ ആ ഒരു പാർട്ടി പ്രസിഡന്റ് പാർട്ടി നേതൃത്വം കൊടുത്ത തീരുമാനം എടുത്താൽ ആ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഈ രാഹുലിനെ ഇപ്പൊ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണോ? അല്ല, അങ്ങനല്ല. ഞാൻ എൻ്റെ വികാരം പറയുന്നത് എൻ്റെ സാധാരണപ്പെട്ടവരുടെ വികാരമാണ്. സാധാരണ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. നമുക്ക് എല്ലാം തെളിയാൻ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമസഭയ്ക്ക് അകത്ത് എത്ര സാമാജികർ പീഡനക്കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ പീഡനക്കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരാളെ ക്രൂശിക്കുന്നത്. അത് അവർ പറയുന്ന രീതിയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ചാടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്തോടുള്ള ആ ഒരു വിയോജിപ്പ്. കുന്നപ്പള്ളിയും M. വിൻസെന്റ് അടക്കമുള്ള ആളുകൾ ഈ ആരോപണം നേരിട്ട ആളുകളാണ്. അവർക്ക് സംരക്ഷണം നൽകുന്നു, രാഹുലിനെ തള്ളി പറയുന്നു. മുകേഷ് CPM-ന്റെ MLA കൂടിയാണ്. അദ്ദേഹം ഇതേപോലെ പീഡനക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. M. വിൻസെന്റ് അപ്പൊ ആ വിൻസെന്റ് അല്ല, മുകേഷ് നിയമസഭയുടെ അകത്തല്ല ഇരിക്കുന്നത്. എങ്ങനെ ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങളിത് എങ്ങനെ അതല്ല, ഇത് ഫുട്ബോൾ മാച്ച് ഒന്നും അല്ലല്ലോ. രണ്ടെണ്ണം അങ്ങോട്ട് ഒരു ഗോൾ അടിക്കണം, ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ സ്വീകരിക്കണം പോലീസ്. പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രീതിക്കൊന്നും വന്നിട്ടുണ്ട്. രാഹുൽ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫമേഷൻ കൊടുത്തൂടെ? ഈ ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ഡിഫമേഷൻ കൊടുത്തൂടെ? രാഹുൽ ഇതൊന്നും എന്താ ചെയ്യാത്തതെന്നാണ്. എല്ലാത്തിനും അതിന്റെ സമയം കൊണ്ട് ദാസാവണ പോലെ അതിനൊക്കെ സമയങ്ങളിൽ അതല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. അതൊക്കെ അദ്ദേഹം ചെയ്തിരിക്കും. KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഫേസ്ബുക്കിലൂടെ ഏതൊക്കെയോ ആളുകൾ പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മൻസൂർ ഇപ്പോൾ നിയോജകമണ്ഡലം സെക്രട്ടറി കൂടിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ കൗൺസിലറാണ്. അപ്പൊ പിന്നെ ഈ KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം. അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന ആളാണ്. അപ്പോൾ പല വിഷയങ്ങളും പല തരത്തിൽ പല കോണുകളിൽ നിന്നും പല ആളുകളും നമ്മുടെ അതിൻ്റെതായ ഒരു വികാരങ്ങൾ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഇത്ര രാഹുൽ തിരിച്ചു വരുന്നത് ഇത് തീരുമാനം അങ്ങനെയുള്ള ആ വികാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് നടക്കുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ള എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നിയമ നടപടി സ്വീകരിക്കണം. അതിന് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിനോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അല്ല, ജനങ്ങൾ ഇതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഇത്രയായിട്ട് ഒരു തെളിവോ പരാതിക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ആ കുട്ടിയെ ക്രൂശിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അല്ല, ഓഡിയോ സന്ദേശം വന്ന് പരാതിപ്പെടാൻ അവർ ഇനി രംഗത്ത് വന്നിട്ടില്ലല്ലോ. ഓഡിയോ വിട്ട ആൾക്കാർ പരാതിപ്പെടാൻ വന്നിട്ടില്ലല്ലോ.
ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് അടഞ്ഞ അധ്യായമാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അത് ആ ഒരു രീതി രാഹുൽ പൂർണ്ണമായിട്ടും തള്ളുന്നതാണ് എന്നാണ് തോന്നുന്നത്. അല്ല, അദ്ദേഹത്തിനോടുള്ള അത് അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം നിലപാടെടുക്കേണ്ട അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, നമ്മൾ അത് പറയാനൊന്നും ആളല്ല. പക്ഷേ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്ക പ്രശ്നങ്ങളുണ്ട്. ആ ആശങ്ക പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത്. രാഹുലിന് കവചം തീർക്കും, രാഹുലിനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് സധൈര്യം മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ മൻസൂറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇതുപോലെ കോൺഗ്രസ് പ്രവർത്തകരായ നേതാക്കന്മാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടും. തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന, തകരാൻ പോകുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങളുടെ മനസ്സിൽ പുനഃപ്രതിഷ്ഠിക്കുവാൻ അത് സഹായിക്കുകയും ചെയ്യും. ഈ വി ഡി സതീശനും ഉപജാപക സംഘവും ശ്രമിക്കുന്നത് രാഹുലിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇത്തരം സമ്മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ സമ്മർദ്ദം താങ്ങാനാവാതെ രാഹുൽ ആത്മഹത്യ ചെയ്യുകയും രാഹുലിൻ്റെ ആ ആത്മഹത്യയെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു ഡ്രം കാർഡായി ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഈ നാണം കെട്ടവന്മാർ ഈ പണി ചെയ്യുന്നത്. അന്നേരം ഇവർക്ക് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്നൊരു യുവനേതാവിനെ ഉന്മൂലനം ചെയ്യാം. ഇവരുടെ ഈ പദ്ധതി, പിണറായിക്ക് വേണ്ടി ആരംഭിച്ച ജട്ടി വിപ്ലവം, അത് വിജയകരമാക്കി കൊടുത്താൽ അതിൻ്റെ ആദ്യ ഗഡു ദുബായിൽ നിന്നും മേടിച്ചു. അതിൻ്റെ തുടർന്നുള്ള ഇടപാടുകൾ അവർക്ക് യാതൊരു ശല്യവുമില്ലാതെ നടത്തുവാൻ സാധിക്കും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ പദ്ധതിയുമായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇതുപോലെ സംഘം ചേർന്ന് ആക്രമിച്ച് ഒറ്റപ്പെടുത്തി ഈ അടുത്തയിടെ തന്നെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്ത് എന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. കൈത്തണ്ട മുറിച്ചു, വിഷം കഴിച്ചു. അദ്ദേഹം കുളത്തിൽ ചാടിയാണ് മരിച്ചത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ കാരണം തൻ്റെ പ്രതിസന്ധി കാലത്ത് തന്നെ ഒറ്റപ്പെടുത്തുകയും രാഹുലിനെ ഇപ്പോൾ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നാണം കെടുത്തി എന്നും പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ഈ ജോസ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഏതാനും സമയം കഴിയുമ്പോൾ വയനാട്ടിൽ നടക്കുവാൻ പോവുകയാണ്. ഈ നാണം കെട്ടവന്മാർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു യുവനേതാവാണ് ആത്മഹത്യ ചെയ്തത്. ഇതിനെക്കുറിച്ച് ഇവന്മാർക്ക് മിണ്ടാട്ടമില്ല. ഇന്നലെ ഇതാ മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ മരുമകളും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇവന്മാരുടെ വെള്ളയിട്ട ഈ കള്ളന്മാരെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇവന്മാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത് മറ്റാരുമല്ല, വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയൻ്റെ മരുമകൾ പത്മജയാണ് ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇവന്മാരുടെ ആ നാണം കെട്ട ആ തുണി ഉരിച്ചത്. നമുക്കറിയാം, NM വിജയൻ കോടികൾ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവന്മാരെല്ലാം കൂടെ സംഘം ചേർന്ന് ജോലി മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് കോടികൾ തട്ടി അവസാനം ഈ സാധുവിനെ ഒറ്റപ്പെടുത്തി അദ്ദേഹം ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബം അനാഥമാക്കി. ആ അനാഥമാക്കിയ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ ഇവന്മാരെല്ലാം വന്ന് വലിയ വായിലെന്ന് വന്ന് സംസാരിച്ചു. ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കും, അവരെ സംരക്ഷിക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മകന് കഴിഞ്ഞ ദിവസം സ്ട്രോക്ക് ഉണ്ടായി ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. യാതൊരു നിർവോഹവുമില്ലാതെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുവാൻ മാർഗമില്ലാതെ അവസാനം എല്ലാവരും അധിക്ഷേപിച്ച PV അൻവറാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുവാൻ അവർക്കൊരു സാവകാശം മേടിച്ചു കൊടുത്തത് എന്ന് പത്മജ പറയുന്നത് കേൾക്കുക. ഈ നാണംകെട്ടവന്മാരെ കതറും വടി പോലെയാക്കി മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രം നിന്ന് ഗീർവാണം അടിക്കുന്ന കേക്കച്ച നാണം കെട്ടവനെ നീ ഇത് കേൾക്കുക. പാർട്ടി ഈ പ്രസ്ഥാനത്തെ വളർത്തിയ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ വട്ടം ചേർന്ന് ആക്രമിച്ച് സംഘം ചേർന്ന് നാണം കെടുത്തി സമൂഹ മാധ്യമങ്ങളുടെ അവരെ ഒറ്റപ്പെടുത്തി 2 പേരെയാണ് ആത്മഹത്യയിലേക്ക് ഇവന്മാർ തള്ളിവിട്ടത്. ഇതുപോലെ രാഹുലിനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാനാണ് ഈ നാണംകെട്ടവന്മാർ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരും മനസ്സിലാക്കുക. ഇവന്മാർക്ക് കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഈ പ്രസ്ഥാനത്തെ ഇവന്മാർ അടങ്കൽ വിൽക്കുകയാണ്
പിണറായി വിജയന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി തൂക്കി വിറ്റ ഈ നാണക്കെട്ടവനെ ഇതാ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മരുമകൾ പത്മജ വലിച്ചു കീറുന്നത് കാണുക. അവർ ജൂൺ 30 എല്ലാ പ്രശ്നങ്ങളും തീർത്തുതരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റ MLA സിദ്ദീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിൻ്റെ അടുത്ത് നിന്ന് എഗ്രിമെൻ്റ് എഴുതിയത്. ഇന്റർനാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണാപത്രം ഉണ്ടാക്കുകയും അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ 30 തീർത്തു തരാമെന്നും പറഞ്ഞു. പക്ഷേ ജൂൺ 30 കഴിഞ്ഞു, ജൂലൈ 30 കഴിഞ്ഞു. ആ ഒരു പ്രശ്നത്തിന് പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അസുഖമാവുകയും സ്ട്രോക്ക് വരികയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 10 ദിവസം ചികിത്സയിലുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ബില്ല് വന്നു. ഈ പറയുന്ന കൽപ്പറ്റ MLA വന്ന് അദ്ദേഹത്തിനെ കാണുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ബില്ലടയ്ക്കാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ പൈസ, കുറച്ച് പൈസയെങ്കിലും ബില്ലടയ്ക്കാൻ നേരത്തെ തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഡിസ്ചാർജായി രാത്രി 8:30 വരെ ഞാൻ കൽപ്പറ്റ MLAനെയും PAനെയും മാറി വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല അവരെ അടുത്തുനിന്ന് തീർത്തും ഒരു റെസ്പോൺസ് ഇല്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം PV അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം, ഒരു ദിവസത്തേക്ക് മിംസിൽ നിന്ന് എനിക്ക് നാളത്തേക്ക് ഒന്ന് സൗകര്യം ചെയ്തു തരണം, ഇന്ന് എന്നെ ഡിസ്ചാർജ് ആക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് ആസാദ് മൂപ്പനെ വിളിച്ചു. ആസാദ് മൂപ്പൻ 10 ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോരുക ചെയ്ത്. ഇന്നും ആ ബില്ല് ഞങ്ങൾ അടച്ചിട്ടില്ല. അതിനുശേഷം ഡിസ്ചാർജ് ആയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കൽപ്പറ്റ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോയി ആ എഗ്രിമെൻ്റ് വേണമെന്ന് പറഞ്ഞു. എഗ്രിമെൻ്റ് അന്ന് കൽപ്പറ്റ MLA ആയിരുന്നു നമ്മളെടുത്ത് പറഞ്ഞത്, നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരു ഇത് വേണ്ട, വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിൻ്റെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ വക്കീലിൻ്റെ ഓഫീസിൽ പോയിട്ട് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ, അതായത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ MLAയുടെ PA ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾ വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും അത് ചീറ്റിംഗ് ആയിരുന്നു. വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ടാണ് 1 മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ച് പോവാണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ദീഖ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസിൽ പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് KPCCയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആ എഗ്രിമെൻറ്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. ഇന്നൊരു ജീവനും കൂടെ അതെ, അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് തന്നെ കൊന്നൊടുക്കുകയാണ്. കള്ളന്മാർ വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുമുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു, അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു, അത്രമാത്രം. അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞതാണ്. 20 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്ത പ്രൊജക്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഇടപാടുകളാണ്. ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടൊന്നും 2.5 കോടി തരാനല്ല അവരോട് ഞങ്ങൾ പറഞ്ഞത്. അത് സണ്ണി ജോസഫ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിട്ടിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് എല്ലാ പ്രൂഫും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിൻ്റെ എല്ലാ പ്രൂഫും കൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ആ 2.5 കോടി എന്നുള്ളത് അവർ അത് ചുരുക്കി 10-75 ലക്ഷം രൂപയാക്കി മാറ്റി. പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണുള്ളത്. അത് അച്ഛൻ്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 45 ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പട്ടയം പണയം വെച്ചതെന്ന് അച്ഛൻ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണത്, ഔദാര്യമല്ല. ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. അല്ല, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസമില്ല. ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല. അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് എന്നൊരു രോഗിയായി മാറാൻ കാരണം പോലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. 2.5 കോടി. പരാതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ആളിപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. ഒരു പരാതി കൊടുക്കണം. കേട്ടല്ലോ, ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ 2 നേതാക്കളാണ് വയനാട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്തത്. അവർ എങ്ങനെ ആത്മഹത്യ ചെയ്തു? കൂടെ നിന്നവർ ചതിച്ചതുകൊണ്ട്. കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ പോലും സംരക്ഷിക്കുവാൻ ത്രാണിയില്ലാത്ത കുതികാലി വെട്ടികളായ ഇവന്മാരാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കുവാൻ എന്നും പറഞ്ഞു വരാൻ പോകുന്നത്. രാഹുലിൻ്റെ വിഷയം തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമല്ലേ? ഇതുപോലെ തന്നെ രാഹുലിനെയും
മരണത്തിലേക്ക് തള്ളിവിടാം എന്ന് ഇവന്മാർ വ്യാമോഹിക്കുന്നു. അതുകൊണ്ടാണ് 15-ാം തീയതി നിയമസഭ ആരംഭിക്കുമ്പോൾ അദ്ദേഹം യാതൊരു കാരണവശാലും അവിടെ എത്തരുത് എന്ന് കരുതിയാണ് ഇവന്മാർ പല തന്ത്രങ്ങൾ ഇട്ടുനോക്കി. പലതരത്തിലും വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിന് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞവന്മാർ വിരട്ടുന്നു. പാർട്ടിയുടെ പാർട്ടി അംഗത്വത്തിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കി. അതുകൊണ്ട് വേറൊരു ബ്ലോക്കിൽ ഇരുത്തണം എന്ന് ഈ നാണംകെട്ട ഈ കേക്കച്ചൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് കണ്ട് രാഹുൽ ഒറ്റപ്പെടും, ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വരും, മറ്റുള്ളവർ സംഘം ചേർന്ന് ആക്രമിച്ചാൽ ഞങ്ങൾ നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ പേടിച്ചെങ്കിലും രാഹുൽ നിയമസഭയിൽ വരാതിരിക്കും എന്ന് കരുതിയാണ് ഇവന്മാർ ഈ തറപ്പണി കാണിച്ചത്. പലർക്കും പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ ഈ കേക്കച്ചനെ ഭയപ്പെട്ട് പലർക്കും മിണ്ടുവാൻ പേടിയാണ്. പലരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ സീറ്റ് കിട്ടും എന്ന് കരുതി ഇരിക്കുന്ന അധികാരമോഹികളാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർ ആരും കൂടെ നിൽക്കുന്ന ഉറ്റ സുഹൃത്തിനെ കൊന്നു കൊലവിളിച്ചാൽ പോലും ഇവന്മാർ മിണ്ടില്ല. എല്ലാവരും സ്വന്തം കസേരയും സ്വന്തം താല്പര്യവുമാണ് വലുത്. അതുകൊണ്ട് രാഹുലിനോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത്, രാഹുലെ, ഇതൊന്നും കണ്ട് ഭയപ്പെടരുത്. ഇത്രയും നീചന്മാരായ ക്രൂരന്മാരായ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് നീ ഇത്രയും കാലം പണിയെടുത്തതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ രാഹുലിന്റെ പക്ഷത്തുണ്ട്. ഇവന്മാർ നാണം കെടാതിരിക്കുവാൻ വേണ്ടിയാണ് സഭയിൽ വരരുത് എന്ന് പറയുന്നത്. ഇവന്മാരുടെ മാനം രക്ഷിക്കുവാനും മുഖം രക്ഷിക്കുവാനുമാണ് നിയമസഭയിൽ വരരുതെന്ന് പറയുന്നത്. നിയമസഭയിൽ വന്നാൽ അത് രാഹുലിന് നേട്ടമാകുകയും ജനങ്ങളെല്ലാം ഒന്നടങ്കം രാഹുലിനൊപ്പം നിൽക്കുകയും ഇവന്മാരുടെ ആ കള്ളക്കമ്മട്ടങ്ങൾ പൊളിഞ്ഞു പിണറായിയുടെ കയ്യിൽ നിന്നും മേടിച്ച പണം തിരികെ കൊടുക്കേണ്ടി വരും എന്ന് ഭയന്നാണ് ഇവന്മാർ വിരട്ടി നിയമസഭയിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും എല്ലാം പണികൾ നടത്തിയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നലെ മുതൽ പിണറായി വിജയനെ ചെറുതേ രീതിയിൽ വിമർശിക്കുവാൻ നോക്കിയിട്ടുണ്ട്. ഈ നാണംകെട്ട കേക്കച്ചൻ കഴിഞ്ഞ ദിവസം വലിയ വീർവാദങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അടിക്കുകയുണ്ടായി. കുന്നംകുളം ലോകമർദ്ദനത്തിന് ശേഷം നമുക്കറിയാം, ആ ലോകമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ പിണറായിയുടെ സദ്യ വാരി ശാപ്പിട്ടിട്ട് 5 വിരളും ഈമ്പിക്കൊണ്ടിരുന്ന ആ മോനാണ് ഈ സംസാരിക്കാൻ പോകുന്നത്. ആ കേക്കും തിന്ന് ഏമ്പക്കവും വിട്ട് പിണറായിയോട് നന്ദിയും പറഞ്ഞ് ഉള്ള കായും മേടിച്ച് ഈ പാർട്ടിയെ തൂക്കി വിറ്റ ഈ നാണംകെട്ടവൻ ചെറുപ്പക്കാരായ മിടുക്കന്മാരായ നേതാക്കന്മാരെ എല്ലാം ഒതുക്കിയ ശേഷം ഇപ്പോൾ ഞാനാണ് പാർട്ടി സകലതും, രചനാ, സംവിധാനം, സംഘടനം, കട്ടമ്പലി, ഛായാഗ്രഹണം എല്ലാം ഞാൻ തന്നെ എന്നും പറഞ്ഞ് ഇതാ ഇവൻ ഇപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. കോൺഗ്രസ് വിജയിച്ചാൽ താൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നും സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആ നാണംകെട്ടവന്റെ ആ പ്രഖ്യാപനം ഇന്ന് കാണുക. ഇവൻ പറഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ കേരളം ഞെട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഞൊട്ടി. അടുത്തത് പറഞ്ഞു വലിയ ബോംബ് വരാനിരിക്കുന്നു, വലിയ ഞെട്ടാൻ പോകുന്ന മറ്റു സംഭവങ്ങൾ വരുന്നു പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ലോകമർദ്ദനം ഉണ്ടായപ്പോൾ പോയി സദ്യ തിന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം സെക്സ് റാക്കറ്റുകാരന്റെ കൂടെ ഉല്ലസിക്കുവാൻ ദുബൈയിൽ പോയി. അവിടെ പോയി കമ്മീഷൻ മേടിച്ചു, ഉല്ലസിച്ചു, റിലാക്സ് ആയി, വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും പോയി ആ മർദ്ദനമേറ്റവന്റെ വീട്ടിൽ പോയി ഒരു നാടകം കളിച്ചു. അന്നേരം വലിയ പ്രഖ്യാപനം നടത്തി, വരും ദിവസങ്ങൾ കേരളം നിന്ന് കത്തും, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം പ്രതിഷേധം ഇവിടെ നടക്കുന്നു പറഞ്ഞു. ഒരു ചുക്കും സംഭവിച്ചില്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പോലീസുകാർ അതേപടി തന്നെ അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. കാരണം മിടുക്കന്മാരായ യുവ നേതാക്കന്മാരെ ഇവന്മാർ ഒതുക്കി കുറെ ഇവന്റെ ചെരുപ്പ് നെക്കികളെയും കൊണ്ട് ഇപ്പോൾ നടക്കുകയാണ്. എന്നിട്ട് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇവൻ ആ വളിച്ച ഡയലോഗ് അടിക്കുന്നത് കാണുക. ഇവനെ ചൂലെടുത്ത് അടിക്കേണ്ടേ? ഈ ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എത്ര ദയനീയമായ അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ഒരാളല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, DYFI ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അതായത് കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്നവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ
വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു സൈഡിൽ വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു നടക്കുന്നു, മറു സൈഡിലതാ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. ഈ രണ്ട് മുതുകാളകളും ഈ മുതുക്കുകളും മത്സരിക്കുകയാണ്. ചെറുപ്പക്കാരെ എല്ലാം ഒതുക്കി ഇവന്മാർ പതുക്കെ കളം നിറയുവാൻ ശ്രമിക്കുകയാണ്. ഒരു സൈഡിൽ കേക്കച്ചൻ, മറു സൈഡിൽ രമേശൻ ചെന്നിത്തല. ഈ പിള്ളേര് മറ്റേ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് ഓടുന്ന പോലാണ്. ഇയാൾ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ കേക്കച്ചനേക്കാളും സെക്രട്ടേറിയറ്റിൽ ചില ബന്ധങ്ങൾ ഇദ്ദേഹത്തിന് കൂടുതലുണ്ട്. ചില നിർണായകമായ വിവരങ്ങൾ എങ്ങനെയെങ്കിലും രമേശൻ തട്ടിയെടുക്കും. ഇത് ആർക്കും കൊടുക്കത്തില്ല. ഒറ്റയ്ക്ക് കൊണ്ട് വളരെ രഹസ്യമായി ചില മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് വിടുന്നത് പോലെ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ രഹസ്യമായി ഇത് കളക്ട് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം വലിയ സംഭവമായി ഇദ്ദേഹം അവതരിപ്പിക്കും. വേറെ ആരെയും കൂടെ നിർത്തത്തില്ല. എനിക്ക് കിട്ടിയ വിവരം ഞാൻ തന്നെ പറയും എന്ന് പറഞ്ഞ് രമേശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇത്തരം വിളംബരങ്ങൾ നടത്തും. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്, ഒരു സൈഡിൽ കേക്കച്ചനും മറു സൈഡിൽ രമേശനും തലയെല്ലാം കറപ്പിച്ച് ചെറുപ്പക്കാരെയെല്ലാം ഷെഡിൽ കയറ്റിയ ശേഷം ഈ രണ്ട് പടുകിളവന്മാർ മത്സരിക്കുകയാണ്. എന്തിന്? കസേരയ്ക്ക് വേണ്ടി. ഇനി രമേശന്റെ ആ ഗീർവാണം കേൾക്കാം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നയാളിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ്. അത് സ്വാഭാവികമായ നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തൊരാളിനെ പാർലമെന്ററി പാർട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ. അതൊരു സ്വാഭാവിക നടപടിയാണ്. മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് KPC പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് തീരുമാനം. അല്ല, അത് KPCC പ്രസിഡന്റ് എല്ലാവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷം തീരുമാനമെടുക്കും. കേരളത്തിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരാൾ ഞാനായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 450,000-ലധികം വോട്ടുകൾ അത് കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ചേർത്തിട്ടുണ്ടെന്ന് ഞാനാണെന്ന് സൂചിപ്പിച്ചത്. അന്ന് അതിൻ്റെ പേരിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 38,000 വോട്ട് ഡിലീറ്റ് ചെയ്തു, സമ്മതിച്ചു. ബാക്കി 4 ലക്ഷം വോട്ട് അവിടെ കിടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു. ഈ 4 ലക്ഷം വോട്ട് അവിടെ ഉണ്ട്. 4 ലക്ഷം അല്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 4 ലക്ഷം വോട്ടാണ്. 10 ലക്ഷത്തിലേറെ കള്ളവോട്ടുകൾ, വ്യാജ വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട്. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്. ഇന്ത്യ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഈ കാര്യങ്ങൾ അറിഞ്ഞ്. എന്നാൽ കേരളത്തിൽ ഇവന്മാർ എന്ത് ചെയ്തു? ഇത്രയും വലിയ വോട്ട് കൊള്ള നടത്തിയിട്ട് ഇത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുവാൻ, ജനങ്ങളിൽ അവബോധം വരുത്തുവാൻ ഈ പ്രസ്ഥാനം ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇവന്മാർ രാഹുലിന്റെ പിന്നാലെ പായുമ്പോൾ, അശ്ലീല കഥകളുടെ പിന്നാലെ പായുമ്പോൾ, രാഹുൽ ഗാന്ധി ഒരു സൈഡിൽ നെട്ടോട്ടം ഓടുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുവാനും ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും അദ്ദേഹം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇവന്മാർ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക്, സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധം എന്ത് ക്യാമ്പയിനാണ് ഇവന്മാർ ചെയ്തത്? രമേശ് ചെന്നിത്തല ഇതാ അല്പസമയം മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഇത് എൻ്റെ എന്തോ സംഭവം ഞാൻ കണ്ടുപിടിച്ചാന്ന് പറഞ്ഞുള്ള രീതിയിൽ അയാൾ അതിൻ്റെ ഒരു സ്വന്തം ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. എന്നാൽ ഈ വോട്ട് കൊള്ളയുടെ വ്യാപ്തി എന്താണ്? എത്ര ലക്ഷം വോട്ടുകൾ ഇത്തരത്തിൽ അട്ടിമറിച്ചു? ഇതിൻ്റെ മൊത്തത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം അപകടകരമാണ്, എന്ത് മാറ്റമാണ് കൊണ്ടുവരാനുള്ളത് എന്ന തരത്തിൽ ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കി അതിൻ്റെ ഒരു 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 ഈൽഡ് ചെയ്യുവാൻ ഇവന്മാർക്ക് സാധിച്ചോ? ഇവന്മാർക്കൊന്നും സാധിച്ചില്ല. പത്രം വായിച്ച് ജനങ്ങൾ അറിഞ്ഞതല്ലാതെ ഇവന്മാർ ഈ വിഷയത്തിൽ ഇവിടെ ഒന്നും ചെയ്ത് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇവന്മാരാണ്, നമുക്ക് മനസ്സിലാക്കണം, യുവ നേതാക്കന്മാരെ എല്ലാം തീർക്കുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തെയും അതോടൊപ്പം തന്നെ ഷാഫിയെയും ഇവർ നിശബ്ദനാക്കി. അതോടൊപ്പം ഇതാ ഫിറോസിനെയും ലക്ഷ്യം വെച്ച് മുസ്ലിം ലീഗിലെ അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഫിറോസിനെയും ഇപ്പോൾ ഇവർ ഇതാ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിറോസിനെയും ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുപ്പക്കാരെ ഒന്നടങ്കം ഇല്ലാതാക്കി ഈ കിളവന്മാർ
തങ്ങൾക്ക് വാഴാമെന്ന് കരുതുന്നു. പക്ഷേ ഇവരറിയുന്നില്ല ജനങ്ങൾ ഇവരിൽ നിന്ന് അകലുകയാണ് എന്ന്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ സമയമായി. ഈ ചർച്ചയുടെ അവസാനം എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ 15-ാം തീയതി തിങ്കളാഴ്ച സഭയിൽ എത്തും എന്നാണ് ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. രാഹുലിനെ ഇല്ലാതാക്കാൻ നോക്കി അവസാനം 15-ാം തീയതി സഭയിലെത്തിയാൽ ഇവന്മാരുടെ കള്ളത്തങ്ങൾ പൊളിയും, ഇവന്മാർ നാണം കെടും, ഇവന്മാർ പിണറായിയുടെ കയ്യിൽ നിന്നും മേടിച്ച ആ അച്ചാരത്തിൻ്റെ ആദ്യ തുക തിരികെ കൊടുക്കേണ്ടി വരും എന്ന ഭയന്ന് ഇവന്മാർ അങ്കലാപ്പിലാണ്. ഇവന്മാർ എന്ത് നാറിയ നാടകങ്ങളും കളിക്കും. അതിലൊന്നും വീഴാതെ രാഹുലെ 15-ാം തീയതി തിങ്കളാഴ്ച നിയമസഭയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ നിയമസഭയിൽ എത്തിയാൽ ഇവിടെയുള്ള സകല ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ഇവന്മാരുടെ തന്ത്രങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണുപോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരാനാവാത്ത തരത്തിലുള്ള ഒരു പതനമായിരിക്കും രാഹുലെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.